കോതമംഗലം പുളിന്താനം സെന്റ് ജോൺ യാക്കോബായ പള്ളിയിലാണ് കോടതി വിധി അനുസരിച്ച് പള്ളി ഏറ്റെടുത്ത് ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറാനായി പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയത്. മൂവാറ്റുപുഴ ഡിവൈഎസ്പി ഒപ്പം തന്നെ മൂവാറ്റുപുഴ തഹസിൽദാർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിരുന്നു. ഇന്നലെ പോലീസ് എത്തിയപ്പോൾ തന്നെ പൊത്താനിക്കാട് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയപ്പോൾ തന്നെ യാക്കോബായ വിശ്വാസികൾ പള്ളിക്കകത്തേക്ക് കയറുകയും പള്ളി വിട്ടു നൽകാനാകില്ല എന്ന നിലപാടെടുക്കുകയും പ്രാർത്ഥനകളും ആരാധനയും തുടരുകയും ചെയ്തു. ആ സാഹചര്യത്തിൽ രാവിലോടുകൂടി കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ പള്ളിയിലേക്ക് എത്തുകയായിരുന്നു. ഡിവൈഎസ്പിയും മൂവാറ്റുപുഴ തഹസിൽദാരും എത്തി ചർച്ചകൾ നടത്തിയെങ്കിലും ഈ പള്ളിയിൽ നിന്ന് പിൻവാങ്ങാനാകില്ലെന്ന നിലപാട് വൈദിക ട്രസ്റ്റി അടക്കമുള്ള ആളുകൾ സ്വീകരിച്ചു. പിന്നാലെ അവർ പള്ളിക്കകത്തും ഗേറ്റിന് സമീപത്തുമായി നിന്ന് പ്രാർത്ഥനകളും മറ്റും തുടരുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് കോടതി ഉത്തരവ് നടപ്പാക്കാനാകാതെ പോലീസ് അടക്കമുള്ള തഹസിൽദാർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ നിന്ന് പിൻവാങ്ങുകയും ചെയ്തത്. ഇവർ പ്രധാനമായും വ്യക്തമാക്കുന്നത് 300-ലധികം യാക്കോബായ കുടുംബങ്ങൾ കഴിയുന്ന പള്ളിയാണ്. അവിടെയാണ് 10ഓളം വരുന്ന ഓർത്തഡോക്സ് കുടുംബങ്ങൾക്ക് വേണ്ടി വിഭാഗത്തിനു വേണ്ടി കോടതി വിധിയുടെ പേര് പറഞ്ഞ് നീതിരഹിതമായ പ്രവൃത്തി ചെയ്യാൻ ഒരുങ്ങുന്നത്. അത് അംഗീകരിക്കാനാകില്ല. തങ്ങൾ പള്ളിയിൽ പ്രാർത്ഥനയും മറ്റ് ആരാധനാക്രമങ്ങളും തുടരുമെന്ന നിലപാടാണ്. ഒരു കോടതിയും വിശ്വാസികളെ പുറത്താക്കാൻ പറഞ്ഞിട്ടില്ല. ഈ ഇടവകാംഗങ്ങളാണ് അതുകൊണ്ട് ഇവിടെ പ്രതിരോധിക്കുന്നത്. അവരുടെ പ്രാർത്ഥനയുടെ ഫലമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. രാത്രി മുതൽ തുടങ്ങിയ പ്രതിരോധം അത് ഇപ്പോൾ പോലീസ് പിൻവാങ്ങിയപ്പോൾ തുടർന്ന് അവരും അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കത്തിലാണ്. എന്തായാലും ഹൈക്കോടതി തന്നെ ബലം പ്രയോഗം വേണ്ട എന്നൊരു നിലപാട് എടുത്ത സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് അവർ എത്തുകയും ചെയ്തത്. ക്യാമറമാൻ നിഖിൽ ജോസഫിനൊപ്പം കൊച്ചിയിൽ നിന്ന് റിയ, മാതൃഭൂമി ന്യൂസ്.